വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതുവരെ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാനിറ്റൈസറിന് നമ്മളെ മൊബൈൽ വെച്ചിട്ട് നമ്മൾ മൊബൈൽ വൃത്തിയാവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മളെ അൺബോക്സിങ്ങിലൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കോൾഗേറ്റ് മൊബൈൽ വെച്ചിട്ട് മൊബൈൽ വൃത്തിയാവാൻ നോക്കിയിട്ട്. അപ്പോൾ അതേ സെയിം ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവിടെ കോൾഗേറ്റിന് പകരം നമ്മൾ സാനിറ്റൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നേരെ വീഡിയോയിലൂടെ കാണാം. സാനിറ്റൈസർ തന്നെയാണ്. ഇതിൻ്റെ മേലെ സ്റ്റിക്കറൊക്കെ അന്യം ചെയ്തിട്ടാണ്. അപ്പോൾ പച്ചവെള്ളമൊന്നുമല്ല, സാനിറ്റൈസർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോണിലാണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. വർക്കിംഗ് ആയ ഫോണാണ്. ഞാൻ മുമ്പ് ഉപയോഗിച്ചൊരു ഫോണാണ്. ഫോൺ ഓണാൻ കുറച്ച് പണിയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. നമ്മളെ ഫോൺ ഇതവിടെ ഓൺ ആയിട്ടുണ്ട്. 24% ചാർജ് ഉണ്ട്. വാൾപേപ്പർ നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സിൽ ഫാദർ വാസിൽ പറഞ്ഞ ഡയലോഗാണ്. മോനെ ലോക്ക് അങ്ങനെ പോലും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സാനിറ്റൈസർ തേച്ച് നോക്കാം. ഓഫാക്കി വെക്കാം. അന്നല്ല, ഇതിന് സ്വിച്ച് അമ്മയില്ല. വെറുതെ അത് മാത്രം അമർത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഒപ്പം സൗണ്ട് ബട്ടണും കൂടെ ഒക്കെ അമർത്തിയാലാണ് ഓഫ് ആവുള്ളൂ. ട്രിക്കാണ്. നമ്മളെ ഫോൺ ഓഫായിട്ടുണ്ട്. ഞങ്ങൾ തേക്കാൻ പോവാണ്. സെൻറ്ററിൽ കുറച്ച് തേച്ചിട്ട് ഞങ്ങളുടെ പരത്താം. തുണി എടുത്ത് വെച്ചിട്ടുണ്ട് തുളക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ തേക്കുന്നുണ്ട്. ഇതിലൊക്കെ വീണിട്ട് പൊട്ടിയത് കേട്ടോ. അത് സ്ക്രീനല്ല, അതിൻ്റെ മേലാണ് സ്ക്രീൻ കാർഡില്ല, അതാണ് പൊട്ടിയുള്ളത്. ഇതാ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പഴയതിനെക്കാട്ടി കുറച്ച് ക്വാളിറ്റി വന്ന പോലെ ഉണ്ട്. ക്വാളിറ്റി ഒന്ന് വൃത്തിയായിരിക്കണം. ഫോണ് വൃത്തി വെച്ചിരിക്കണം. അല്ലാതെ സ്ക്രീൻ പൊട്ടി റെഡി ആവുന്നില്ല. അതിന് വേറെ പൈസ എടുത്ത് റെഡി ആക്കേണ്ടി വരും. ഞാൻ ബാക്കിലും കുറച്ച് ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാക്കിൽ റെഡി ആയിട്ടില്ല. അത് ക്രയോൺസ് വെച്ച് വരച്ചതാണ്, അത് റെഡി ആയിട്ടില്ല. നിങ്ങൾക്ക് പിന്നെ അവിടെ കാണുന്നുണ്ടാവും. ഒരു സിമ്പിൾ ട്രിക്കാണ്. ഞാൻ നിങ്ങളോട് ട്രൈ ചെയ്തൊക്കെ പറയണമെന്നില്ല. ഞാൻ അത് ഉപയോഗിക്കാത്ത ഫോണായ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.